Tower of Hanoi is the best example for search algorithms. Surajit. Yeah. Phone mat hoki. Adu maarang. Yeah. Achada. എന്തുവാടാ? Wow. ഇയാളെന്തിനാ അവനെ വിളിച്ചിട്ടുണ്ടോ? ഇത് നമ്മളൊരാളെന്ന് അറിയില്ല അയാൾക്ക്. എടാ പുല്ല്, നമ്മളെയല്ലേ, നമുക്ക് അയാളെയാണ് മനസ്സിലാവാത്തത്. കഴിഞ്ഞ ആഴ്ച അയാളെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് FB ഇട്ട് കോമഡി ആക്കിയില്ലേ, അതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ ചേച്ചിന് മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റിലുള്ള ഒരു ചേട്ടൻ. നീ അത് നോക്ക്. ഇത് വേദല്ലേ? 97 ബാച്ച് ചാവടി SN കോളേജിലെ വേദ്. ഇവൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നീ ഡിലീറ്റ് ചെയ്തു. അതാ നിനക്ക് നല്ലത്. ഇവന്റെയൊക്കെ സമയത്താ തമിഴ്നാട് ഗവൺമെന്റ് റാഗിംഗ് ഒരു ക്രിമിനൽ കേസായിട്ട് ഡിക്ലെയർ ചെയ്തത്. അക്കാലത്ത് ഇവനൊരു വിളിപ്പേരുണ്ടായിരുന്നു, പ്രാന്തൻ പട്ടര്. നന്നാവാനുള്ള ശ്രമത്തിലാണ്, സഹായിക്കണം. നീ അവന്റെ വലത്തെ കയ്യിലെ സർജിക്കൽ മാർക്ക് കണ്ടിട്ടുണ്ടോ? കണ്ടു കാണില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണിക്ക് നീ നിൽക്കില്ലായിരുന്നല്ലോ. വാടാ. നാശങ്ങള് അതിനെങ്ങനെ കോളേജ് പൂരപ്പുറമാക്കാൻ നടക്കല്ലേ? ഒരു മാഷും അതിന് പറ്റിയ കുറെ കുട്ടികളും കഴുതകള്. നിങ്ങൾ എഴുതിക്കോ പിള്ളേരെ. C++ is a general purpose programming language as an extension of the C programming language or C with classes. The language has expanded significantly over time. It is an object-oriented programming language. A class is a user-defined type. കഴിഞ്ഞ 5 വർഷമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായത്. മനസ്സിലായ? പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. സാർ, എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് ഡൗട്ടടോ? ഇരിക്കവിടെ. ഉള്ള സമയത്ത് 4 അക്ഷരം പഠിക്കാൻ നോക്കാതെ ഡൗട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുക. നീ എന്താ ചോദിച്ചത്? പോവാം ടീച്ചറെ. എന്തോന്നാ സാറേ? എന്തിത്ര ചിരിക്കാൻ? നിങ്ങളുടെ ആരുടെങ്കിലാണത്? അല്ല, ഇവിടെ ഇരുന്നോട്ടെ, ആവശ്യക്കാരൊന്നും എടുത്തോളും. ക്ലാസ്സിൽ പോടാ. ഈ ക്ലാസ്സിൽ എത്ര പേര് ബൈ ചോയ്സ് ഈ കോഴ്സ് എടുത്തു? എത്ര പേര് ബൈ ചാൻസ്? മനസ്സിലായില്ല? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എത്ര പേര് പൊരേന്ന് തല്ല് പേടിച്ച് ഈ കോഴ്സ് എടുത്തു? എത്ര പേര് ശരിക്കും ഇഷ്ടപ്പെട്ട് ഈ കോഴ്സ് എടുത്തു? സാറി വിഷയം
ബൈ ചാൻസ് ആണോ അല്ല ബൈ ചോയ്സ് ആണോ എടുത്തത്? ധൈര്യമായിട്ട് ചോദിക്കടാ. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ബൈ ചാൻസ്. 10ാം ക്ലാസ്സിൽ വലിയ മാർക്കൊന്നും കിട്ടാതാവുകയും പ്രീ ഡിഗ്രിക്ക് തോറ്റ് വീട്ടിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ വീട്ടുകാരുടെ സ്വയംഭം കുത്തുവാക്ക് സഹിക്കാൻ വയ്യാതെ സ്വന്തം പറമ്പിലിറങ്ങി തെങ്ങിന് തടം വെട്ടി ഉണ്ടാക്കിയ ഈ ട്രൈസെപ്സിനെ സാക്ഷി നിർത്തി പറയുക മക്കളെ, ഗതികേട് കൊണ്ട് പഠിക്കാൻ മെനക്കെട്ടതാ. നല്ല തല്ല് പേടിച്ച്. അപ്പൊ ഒരിക്കൽ തോറ്റാലും കുഴപ്പമൊന്നുമില്ല അല്ല സാറേ? ഒരു കുഴപ്പമില്ലടാ. തോറ്റാ കിട്ടുന്നൊരു പാഠമുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള പഠനം. വീട്ടുകാരുടെ പ്രാക്ക്, ബന്ധുക്കളുടെ പ്രാക്ക്, സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. എല്ലാ സാധനങ്ങളുടെയും വിലവിവര പട്ടിക കേൾക്കാം. നാട്ടിലിറങ്ങി നടക്കുമ്പോ ഒരു പ്രത്യേക സുഖമായിരിക്കും. പട്ടി വരെ തുറച്ചു നോക്കുന്നതായിട്ട് തോന്നും. ഞാനും SLCക്ക് തോറ്റാ സാറേ, ഇതൊക്കെ ഞാനും അനുഭവിച്ചതാ. ഒരു കുഴപ്പമില്ലടാ. മനസ്സിലാവഞ്ഞിട്ടാ സാറേ, എല്ലാവർക്കും ക്ലാസ്സിൽ ഒന്നാമനാവാൻ പറ്റുമോ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചത്ത് കിടന്ന് പഠിച്ച് 10 താഴെ റാങ്ക് വാങ്ങിക്കും. പിന്നെ 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 പഠിക്കാൻ മത്സരിച്ച് ഒപ്പെത്താൻ പറ്റാതെ കുറെ പേരുണ്ട് ഭയങ്കര പഠിപ്പിസ്റ്റുകള്. അവരൊന്നും കൂടെ കൂട്ടില്ല. നമുക്ക് മാർക്കില്ലല്ലോ, തലയിൽ കേറണില്ല. എന്ത് ചെയ്യാനാ? ബുദ്ധിയില്ലാന്ന് തോന്നാ സാറേ. എന്താ നിന്റെ പേര്? സതീശൻ. സതീശൻ. എന്തുവാടാ, നിങ്ങളൊന്നും ഒരിക്കലും തോന്നിട്ടില്ലേ? ഇഷ്ടം പോലെ സാറേ. കൊല്ലപ്പരീക്ഷയ്ക്കല്ലെങ്കിലും മറ്റു പരീക്ഷയ്ക്കൊക്കെ കുറെ തോറ്റുണ്ട്. ജോസഫ് സാറിന്റെ ക്ലാസ്സിൽ 0 വരെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയാണ് ബെസ്റ്റ്. കണ്ടോടാ സതീശ, എല്ലാവരും എപ്പോഴെങ്കിലും തോൽവിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ തോൽവി ഒരു ശീലമാക്കരുത്. തോൽവി അനുഭവിക്കണം, എന്നിട്ട് മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കണം. ആദ്യം അതൊരു പാഠമാവും, പിന്നെ അതൊരു വാശിയാവും. നമ്മളെ ചെറുതെന്ന് വിചാരിക്കുന്നവരുടെ മുന്നിൽ ചെന്ന് നിൽക്കണം. അവർക്കൊന്നും പറയാനുണ്ടാവരുത്. പറ്റുമോ സാർ ഇതൊക്കെ? എടാ, എനിക്ക് ഈ വാദ്യരമണി അറിയില്ല. ഇവിടെ എങ്ങനെയോ കയറിക്കൂടിയതാണ്, നിവർത്തികേടിന്റെ പുറത്ത്. പക്ഷെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണം. അതിനാദ്യം വേണ്ടത് എന്താണെന്നറിയോ? അടുത്ത മാസം മുതൽ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാൻ നോക്കും. നെക്സ്റ്റ് സെമസ്റ്ററിലെ എക്സാം ഫീസ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ തന്നെ അടയ്ക്കാന്ന് പറ. ഞങ്ങളെയൊക്കെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല സാറേ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ, അല്ലേടി? ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത മാതാപിതാക്കളോട് എന്നെ വന്ന് കാണാൻ പറ, ഞാൻ ശരിയാക്കി തരാം. എടാ, ഞാൻ ചെയ്ത വാഴകൃഷി, തെങ്ങും തടം വെട്ടൽ, ഇതൊന്നും വേണമെന്ന് ഞാൻ പറയില്ല. അല്ല, അതിന് വേണം ഒരു അന്തസ്. സാറേ, ഞാൻ ഫ്രീ ടൈമിൽ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം പെയിന്റ് പണിക്ക് പോകാറുണ്ട്. വളരാനുള്ള വെള്ളം, വളം, മണ്ണ്, സാഹചര്യം, ഇതൊക്കെ തന്നെയല്ലേ ഒരു അധ്യാപകന് വേണ്ടത്. സാറേ, ആ ഒപ്പിട്ട് കഴിഞ്ഞെങ്കിൽ ആ രജിസ്റ്ററും തരൂ. വെള്ളം പിണ്ണാക്കെന്ന് പറഞ്ഞു. എന്റെ സാറേ, ഈ പ്രഹസനമൊക്കെ എന്തിനാണെന്നാ മനസ്സിലാവാം. ആ ബയോമെട്രിക് എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു വിരലമർത്തൽ കഴിഞ്ഞതല്ലേ, 10 മിനിറ്റ് വൈകിയ ഹാഫ് ഡേ സാലറി കട്ടാവും. പിന്നെ എന്തിനീ രജിസ്റ്റർ? ഇതൊക്കെ എന്നോടാ പറയേണ്ടത്. ജോസഫ് സാറേ,
ഞാൻ ആ രജിസ്റ്റർ എന്നും സാറിൻ്റെ കയ്യിൽ സൈൻ ചെയ്യാനെ തുറന്നാണ് തരുന്നത്. സാർ അത് വീണ്ടും അടയ്ക്കും. അറ്റൻഡൻസ് രജിസ്റ്റർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഇത്ര വിശ്വാസമില്ല സാർ. ഇനി എൻ്റെ പേരിൻ്റെ തൊട്ട് മുകളിലാണ് സാറിൻ്റെ പേരിന് എത്രയോ നന്നായി സാറിന് അറിയാം. എന്നിട്ടും മുകളിൽ നിന്ന് താഴോട്ട് നോക്കി വരും. ഗണിതശാസ്ത്രത്തിൽ സിമ്മട്രി പഠിച്ചത് വെറുതെ ആവാതിരിക്കാൻ ഇനി ഗ്രാഫിക്കൽ മാർക്കിംഗ്. അടുത്തത് കുത്തിടൽ ചടങ്ങ്. ഡേറ്റും പേരുമായി ചേരുന്ന കളത്തിൽ സ്കെയിൽ വെച്ച് മുട്ടിച്ചു നോക്കി അവിടെ ഒരു കുത്തിടും. ഇനി ഇട്ട കുത്ത് ശരിയാണോ എന്നറിയാൻ 2 ദിശകളിലേക്കും കൈകൾ ചലിപ്പിക്കും. ഒന്ന് ഒപ്പിടേണ്ട സാറേ. നീണ്ട 13 കൊല്ലത്തെ അധ്യാപന മികവുമായി ജോസഫ് സാർ ഒട്ടേറെ റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചത് ഇത്തരത്തിലുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ കൊണ്ടാണ്. ഇതുവരെ ക്ലാസ്സില്ലേ അവർ വരൂ. കൊള്ളാലോ. പണ്ട് ചാനലിലാണോ വർക്ക് ചെയ്തിരുന്നത്? ഭയങ്കര ഹ്യൂമർ സെൻസ് ആണല്ലോ. ആ കറക്റ്റ്. BBC-യിലായിരുന്നു. അവിടെ ശമ്പളം പോരാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. എന്തേ? ഞാൻ കേട്ടു ഈയിടെ BBC-യിൽ കുറച്ച് ഹ്യൂമർ സെൻസ് കുറഞ്ഞിട്ടുണ്ടെന്ന്. ഭഗവാനെ, ഈ ഹ്യൂമർ സെൻസ് മോൾക്കും കിട്ടണേ. ആഹാ, സാറിന് എങ്ങനെ അറിയാം മോളാണെന്ന്? ചിലരെ കണ്ടറിയാം. പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. മാഡം ഒക്കെ ആ ഒരു കാറ്റഗറിയാണ്. പിന്നെ ജോസഫ് സാറിന്റെ വീഡിയോ യൂട്യൂബിലിട്ട് വൈറലാക്കലേട്ടാ. എനിക്ക് ഇനി ഇവിടെ വരാനുള്ളതാ. വൈറലായ യൂട്യൂബിൽ നിന്ന് കോടികൾ കിട്ടും മാഷേ. ഓ വേണ്ട, എനിക്ക് അങ്ങനെ കോടീശ്വരനാവണ്ട. അതുപോട്ടെ, ഈ ജോസഫ് സാറിന്റെ പിള്ളേരുടെ ക്ലാസ് ആവറേജ് ഭയങ്കര മോശമാണല്ലോ. ഞാൻ ചെക്ക് ചെയ്തപ്പോ 10ാം ക്ലാസ് മുതൽ റാങ്ക് വാങ്ങിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും പാസ്സാവും. ബാക്കിയുള്ളവരാണെങ്കിൽ അതിലും മോശം. ആഹാ, വന്ന് കയറിയപ്പോ തന്നെ റിസർച്ച് ഒക്കെ തുടങ്ങിയോ? ഈ പുതിയ SI ചാർജ് എടുക്കുന്ന പോലെ. ഞാനും ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കറക്റ്റ്. ആരായാലും ഈ ശ്മശാനത്തിൽ താമസിച്ചാലേ ഒന്ന് മരിച്ചു പോകാനൊക്കെ തോന്നും. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ ഗർഭിണികൾക്ക് പോലും രക്ഷയില്ലല്ലോ.